വൃശ്ചികം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാനുള്ള വാതിൽ തുറക്കുന്നു. എന്നാൽ അതോടൊപ്പം ഒരു ചെറിയ അശ്രദ്ധ വലിയ നഷ്ടത്തിനും കാരണമായേക്കാം. ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഗ്രഹചലനം ചില വൃശ്ചികം രാശിക്കാർക്ക് രാജയോഗ സമാനമായ നേട്ടങ്ങൾ നൽകുമ്പോൾ മറ്റു ചിലർക്ക് ഒരു നിർണായക മുന്നറിയിപ്പും നൽകുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ നക്ഷത്രത്തിന് പ്രത്യേകമായി പറയുന്ന ഫലവും ഒരു രഹസ്യ ഭാഗ്യസൂചനയും വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. നമസ്കാരം, ജ്യോതിർവാണിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് പരിശോധിക്കാം ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള വൃശ്ചികം രാശിക്കാരുടെ സമ്പൂർണ്ണ വാരഫലം. ഈ ആഴ്ച ചൊവ്വയുടെ ശക്തിയും ഗുരുവിൻ്റെ അനുഗ്രഹവും ചില മേഖലകളിൽ നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നു. അതേസമയം ശനിയുടെ സ്വാധീനം ഓരോ തീരുമാനവും ആലോചിച്ച് എടുക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. അതിനാൽ ഈ ആഴ്ച ക്ഷമയും വിവേകവും നിങ്ങൾ കൈവിടരുത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മനസ്സിനെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച പരിഹാരം കാണാൻ തുടങ്ങും. പല കാര്യങ്ങളും പതുക്കെയാണെങ്കിലും നിങ്ങളുടെ അനുകൂലമായി മാറുന്ന ലക്ഷണങ്ങൾ ഈ വാരം വ്യക്തമായി കാണാം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നവർക്ക് ഈ മികച്ച പുരോഗതി ഈ വാരം കാണാം. ഈ ആഴ്ച നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തിരക്കേറിയ ദിവസങ്ങളായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ വാരം ലഭിക്കാം. ആദ്യം അത് സമ്മർദ്ദമായി തോന്നിയാലും പിന്നീട് അത് തന്നെ അംഗീകാരത്തിനും സ്ഥാനക്കയറ്റത്തിനും നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മേലുദ്യോഗസ്ഥൻ നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. ഓഫീസിൽ ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഈ വാരം ശ്രമിക്കാം. നിങ്ങളുടെ സത്യസന്ധമായ പ്രവർത്തനം അവസാനം നിങ്ങൾക്ക് വിജയം നേടിത്തരും. സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങൾ ഈ വാരം ഒഴിവാക്കുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ വാരം പ്രതീക്ഷ നൽകുന്നു. ഏറെ നാളായി കാത്തിരുന്ന ജോലി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫോൺ കോൾ ഇവയെല്ലാം അനുകൂലമായി ഈ വാരം സന്ദേശം ലഭിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ആഴ്ച ലഭിക്കുന്ന അവസരം ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് വഴിയാകാം. ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാപാരത്തിൽ പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാം. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ആശ്വാസം ഈ വാരം നിങ്ങൾക്ക് ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സിൽ വ്യക്തമായ ധാരണയോടെ മുന്നോട്ട് പോകുക. രേഖകൾ വായിക്കാതെ ഒപ്പിടരുത്. ആഴ്ചയുടെ 2ാം പകുതിയിൽ പുതിയ കരാറുകൾക്ക് അനുകൂലമായ സമയമായി കാണുന്നു. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല പുരോഗതി ഈ വാരം കാണുന്നു. ഏറെ നാളായി തടസ്സപ്പെട്ടിരുന്ന ഒരു കാര്യം വീണ്ടും ഈ വാരം മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ മുതിർന്നവരുടെ ഉപദേശം ഈ ആഴ്ച നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. കോപത്തിൽ സംസാരിക്കുന്നത് ഈ വാരം ഒഴിവാക്കുക. ശാന്തത പാലിച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളുടെ ശക്തിയെ അംഗീകരിക്കുന്ന സാഹചര്യം ഈ വാരത്തിൽ വന്നുചേരും. ഈ ആഴ്ച വരുമാനത്തിൽ ചെറിയ വർധനവ് കാണുന്നുണ്ടെങ്കിലും അതോടൊപ്പം അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് വീടുമായി അല്ലെങ്കിൽ വാഹനവുമായി കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഈ വാരം വർദ്ധിക്കുന്നതായി കാണുന്നു. ഈ ചെലവുകൾ ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കാം. ഏറെ നാളായി ലഭിക്കാതെ കിടന്നിരുന്ന തുകയോ കുടിശ്ശികയോ തിരികെ ലഭിക്കാൻ സാധ്യതയും ഈ ആഴ്ച ശക്തമാണ്. ചിലർക്ക് പുതിയ വരുമാന മാർഗം ഈ വാരം തുറന്നു ലഭിക്കും.
അധിക വരുമാനം ലഭിക്കുന്ന അവസരം വന്നാൽ അത് നിസ്സാരമായി കാണരുത്. സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ വലിയ തുക കടം കൊടുക്കുന്നത് ഈ ആഴ്ച ഒഴിവാക്കേണ്ടതാണ്. ഓഹരി വിപണി, ക്രിപ്റ്റോ, ഉയർന്ന റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ എന്നിവയിൽ അമിത ആവേശം ഈ വാരം നിങ്ങൾ കാണിക്കരുത്. സുരക്ഷിതമായ നിക്ഷേപങ്ങളാണ് ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഈ വാരം കാണുന്നു. കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാൻ ഈ വാരം സാധ്യത കാണുന്നു. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് ഈ വാരം ലഭിക്കുന്നതാണ്. വീട്ടിൽ ഒരു ശുഭകാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ വാരം ആരംഭിക്കുന്നു. ദൂരെയായിരുന്ന ബന്ധുക്കളുമായി വീണ്ടും ബന്ധം ശക്തമാകാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഈ വാരം ആവശ്യമാണ്. അവരുടെ സന്തോഷത്തിനായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. ചെറിയ കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പിന്തുണ ഈ ആഴ്ച വരും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ഉറപ്പിക്കാനുള്ള സമയമാണ്. മൂന്നാമതൊരാളുടെ അഭിപ്രായം കേട്ട് ബന്ധത്തിൽ സംശയം വളർത്തരുത്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ വാരം സാധിക്കും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം നിങ്ങൾക്ക് ഈ വാരം നേടാനാകും. വിദേശ പഠനം ലക്ഷ്യമിടുന്നവർക്ക് ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ ഈ വാരം നല്ല സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ ജോലി കാരണം ക്ഷീണം അനുഭവപ്പെടാം. ഉറക്കക്കുറവ്, തലവേദന, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ഈ വാരം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ സമയത്ത് കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, രാവിലെ ചെറിയ നടത്തമോ യോഗമോ ശീലമാക്കുക. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം ലഭിക്കുന്നതാണ്. പഴയ എന്തെങ്കിലും രോഗമുള്ളവർ മരുന്ന് ഈ വാരം മുടക്കരുത്. വിദേശ ജോലി, വിദേശയാത്ര, വിസ തുടങ്ങിയ കാര്യങ്ങളിൽ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ഈ വാരം ലഭിക്കാം. രേഖകളിൽ ചെറിയ കാലതാമസം ഉണ്ടായാലും അവസാനം കാര്യങ്ങൾ നിങ്ങളുടെ അനുകൂലമായി വരുന്നതാണ്. ഈ ആഴ്ച ലഭിക്കുന്ന ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഇമെയിൽ നിങ്ങളുടെ ഭാവിക്ക് വലിയ വഴിത്തിരിവാകാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം, എല്ലാ അവസരങ്ങളും ഒരുപോലെയല്ല. ചില അവസരങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. അതിനാൽ ഓരോ തീരുമാനവും ക്ഷമയോടെയും വിവേകത്തോടെയും എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഈ ആഴ്ച നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഇനി ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. വൃശ്ചികം രാശിയിലെ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു. വിശാഖം 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഏറെ നാളായി തടസ്സപ്പെട്ടിരുന്ന ഒരു കാര്യം വീണ്ടും മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നു. സർക്കാർ ഓഫീസുകളിലോ ബാങ്കുകളിലോ കുടുങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാം. സാമ്പത്തികമായി ആശ്വാസം ലഭിക്കും. എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ പുതിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കരുത്. അനേകം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യം ശക്തമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലൂടെ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ അധിക ഉത്തരവാദിത്വത്തിനോ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതാകാൻ സാധ്യത കാണുന്നു. സംസാരിക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകാൻ ഈ വാരം സാധ്യത കാണുന്നു. വിദേശയാത്ര, ജോലി മാറ്റം, പുതിയ ബിസിനസ്
സാമ്പത്തിക നേട്ടം എന്നിവയിൽ അനുകൂലമായ സൂചനകൾ ഈ വാരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. യാത്രകൾ ശ്രദ്ധയോടെ നടത്തുക. ഈ ആഴ്ച ചെയ്യാവുന്ന ആരാധനയും പരിഹാരവും: ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകും. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഓം നമ ശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കുക. ദരിദ്രർക്ക് അന്നദാനം ചെയ്യുകയോ പക്ഷികൾക്ക് ധാന്യം നൽകുകയോ ചെയ്യുക. ഈ ആഴ്ചയിലെ ഭാഗ്യസൂചനകൾ: ഭാഗ്യദിനം ചൊവ്വാഴ്ച, ഭാഗ്യനിറം കടും ചുവപ്പ്, ഭാഗ്യസംഖ്യ 9, ഭാഗ്യദിശ തെക്ക്, ഭാഗ്യദേവൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. അവസാനമായി ഒരു പ്രധാന സന്ദേശം: ഈ ആഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഓരോ അവസരവും നിസ്സാരമായി കാണരുത്. ഒരു ഫോൺ കോൾ, സന്ദേശം, പുതിയ പരിചയം, ചെറിയ തീരുമാനം പോലും നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയും. ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും. വൃശ്ചികൻ രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ദൈവവിശ്വാസം നിലനിർത്തുക. നല്ല പ്രവർത്തികൾ തുടങ്ങുക. അവസരം ധൈര്യത്തോടെ സ്വീകരിക്കുക. വിജയത്തിൻ്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കാൻ സാധ്യത കൂടുതലാണ്. ഈ വാരഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.